നമസ്കാരം. ഒരു മനുഷ്യൻ വയസ്സായ വല്ലവരും പച്ചക്കറിയോ വല്ലതും വട്ടിയിലോ വല്ലതിലും ചുമന്ന് വന്ന് നമ്മുടെ വീട്ടിൻ്റെ മുമ്പിൽ വന്നു എന്ന് പറഞ്ഞാൽ അവരെ പ്രാഗിയിട്ടോ കണക്ക് വില പേശിയിട്ടോ അയക്കാതെ എന്തെങ്കിലും വേണോ വേണ്ടേ 10-20 രൂപയ്ക്ക് വാങ്ങി വെച്ചിട്ട് അവരെ അയക്കുക. എന്താ പറഞ്ഞാൽ അവർ യാചകം ചെയ്യാൻ മടിച്ചിട്ടാണ് അവർ ഇത് വരുന്നത്. അതുകൊണ്ട് അവരുടെ മനഃഖേദമില്ലാതെ കാത്തു സൂക്ഷിക്കാം. ഇന്ന് പറയാൻ പോകുന്ന എന്താ പറഞ്ഞാൽ ഇതിന് കോൽക്കള്ളി പറയും. ഈ കോൽക്കള്ളി സാധാരണമായിട്ട് തമിഴ്നാട്ടിൽ വയലുകളിൽ ഇവർ ഇതിനെ വെക്കാറുണ്ട്. അതുപോലെ ഈ വയലിൽ വെച്ചാൽ എന്താന്ന് പറഞ്ഞാൽ വയലിൽ വെക്കുമ്പോൾ ഈ മന്ത്രവാദമോ അല്ലെങ്കിൽ അതിനെ കേടുവരുത്താനോ വല്ലതും ചെയ്തുവെന്നോ വല്ല ക്ഷുദ്രം ചെയ്ത് നെല്ലിനെ നശിപ്പിക്കുന്നെന്നോ ആ ഭൂമിയെ കേടുവരുത്തുന്നോ അത് സംഹരിക്കാനായിട്ടാണ് ഈ കോൽക്കള്ളിയെ വെക്കാറുള്ളത്. ഇത് നമ്മുടെ വീട്ടിൽ വെച്ചാൽ എത്ര വലിയ ദോഷങ്ങളും വീട്ടിൻ്റെ മുമ്പിൽ കുഴിച്ചിട്ട് വന്നാൽ എത്ര വലിയ ദോഷങ്ങളും എന്ത് നെഗറ്റീവാണെങ്കിലും നമ്മുടെ വീട്ടിനെയും ബാധിക്കില്ല. വീട്ടിൻ്റെ മുൻവശത്ത് ഇത് പിടിപ്പിക്കാൻ ഏറ്റവും ശുഭമാണ്. ഏറ്റവും ശുഭം പറഞ്ഞാൽ എത്ര വലിയ മന്ത്രവാദം ചെയ്താലും ഒരു തകിട് വെച്ചാലും അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടാലും അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ആഭിചാരം ചെയ്താലും ഈ ഞെട്ടുകള്ളി ഈ കോൽക്കള്ളി വലിച്ചെടുക്കാനുള്ള എല്ലാ കഴിവും ഉള്ളതാണ്. അതുകൊണ്ട് സംസ്ഥാപരാഗം. നമസ്കാരം.